ഇതിന്റെ കളർ നോക്കിയേ. ഞാനിവിടെ 2 കളറിലുള്ള വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പാണ്. ഇതേ നോക്കിക്കേ, കണ്ടോ? ആദ്യം വന്ന 2 ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത പാകമായിരിക്കുകയാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കണേ. ഇത് നല്ല പോലെ പഴുത്ത് പാകമായിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 28 ദിവസം എടുക്കുമേ. അതിനുള്ളിൽ പൂ വന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടും. ഇത് കണ്ടോ? അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തു. അടുത്ത ബാച്ചൊക്കെ ദാണ്ടെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നടുന്നത്, അതിന്റെ പരിചരണം എങ്ങനെയാണെന്നൊക്കെ. അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു അപ്ലോഡ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് നിങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറെ അധികം ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ഇതിൽ തേൻ കുടിക്കാനായിട്ട് തേൻ വണ്ടുകളും അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഫ്ലവറിൽ കൂടുതൽ പരാഗണം നടക്കുകയും വലിയ കായകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മുടെ അത്തികളും താണ്ട് നിറയെ കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ സീസണാണ് ഇത് കായ്ക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അത്തിപ്പഴം നല്ലപോലെ പഴുത്ത് നിപ്പുണ്ട്, നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ? വർഷം 365 ദിവസവും മഴ ആയാലും വെയിലായാലും ഈ ഒരു ചെടിയിൽ നിറയെ ഫ്ലവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ തേൻതുമ്പിക്ക് കുറവൊന്നുമില്ല. ഇഷ്ടംപോലെ തേനീച്ചകളും തേൻതുമ്പികളും ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളിൽ എല്ലാത്തിലും പരാഗണം നടത്തി നിറയെ കായകൾ ഉണ്ടാവാറുമുണ്ട്. പിന്നെ നമ്മൾ വളം ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കണ്ടോ? നിറയെ ഇവിടെ ഈ ഒരു ഫ്ലവറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലവർ കാണും, തേൻതുമ്പികളും കാണും. ഇതിനധിക പരിചരണം ഒന്നും ഈ ഒരു ചെടിക്ക് വേണ്ടേം താനും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ട്, അത് പുളിയുള്ള ഫ്രൂട്ടായാലും മധുരമുള്ള ഫ്രൂട്ടായാലും, നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഉന്മാദം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇത് ഇതിന്റെ കളർ നോക്കിയേ. ഞാനിവിടെ 2 കളറിലുള്ള വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഈ കളറുള്ളതും അതുപോലെ തന്നെ വൈറ്റ് കളറുള്ളതും. ഇത് നല്ല സ്വീറ്റ് ആണ്. വൈറ്റ് കളർ ഉള്ളത് ഇതുവരെ നമുക്ക് ഇവിടെ കിളിച്ച് കിട്ടിയിട്ടില്ല. ഇത് കണ്ടോ? എല്ലാ കളറും നോക്കിയേ. അടിപൊളി.